പലതരത്തിലുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ വുഡൻ സ്പൂൺ നിർമ്മിച്ചുകൊണ്ട് അഭിമാനമായിരിക്കുകയാണ് ഡോക്ടർ മനോജ്. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പാറശാല പരശുവയ്ക്കലാണ് അദ്ദേഹം താമസിക്കുന്നത്. എത്തരത്തിലാണ് ഈ ഒരു സ്പൂൺ നിർമ്മിച്ചതെന്നും എങ്ങനെയാണ് നേട്ടം കൈവരിച്ചതെന്നും നമുക്ക് മനോജിനോട് തന്നെ ചോദിച്ചറിയാം. ഇദ്ദേഹമാണ് കേരളത്തിൻ്റെ അഭിമാനമായി മാറിയിരിക്കുന്ന ഡോക്ടർ മനോജ്. മനോജ്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയതായിട്ടുള്ള ഒരു വുഡൻ സ്പൂൺ ഇത് നിർമ്മിക്കുന്നത് എങ്ങനെയാണ്, എത്തരത്തിലാണ്? എൻ്റെ പേര് മനോജ്. ഞാനിപ്പോൾ നിലവിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്ത് വ്ളാത്താങ്കര വെറ്റിനറി ഹോസ്പിറ്റലിലെ വെറ്റിനറി ഡോക്ടറാണ്. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ചെറിയ രീതിയിൽ ഹോബി എന്ന രീതിയിൽ മൈക്രോ ആർട്ട് എന്ന് വെച്ചാൽ ഈ പെൻസിലിൻ്റെ ലെഡിലൊക്കെ ചെറിയ ശില്പങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആദ്യം എനിക്കൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു 2020. അത് പെൻസിൽ ലെഡിൽ തന്നെ ഏറ്റവും കൂടുതൽ മാല കണ്ണികൾ ചെയ്തതിന് 212 ചെയ്തതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാനധികം സമയം കിട്ടാറില്ല. അപ്പോൾ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിൻ്റെ പുറക്കായിരുന്നു ഈ ഒരു ടൈറ്റിൽ കാണുകയും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നി. അങ്ങനെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. ഏകദേശം ഒരു 10-20 പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്തു. കാരണം ഏറ്റവും വലിയ കൺസ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് 1.6 മില്ലിമീറ്റർ ആയിരുന്നു ഇതിൻ്റെ റെക്കോർഡ് ടൈറ്റിൽ. ഒരു ബീഹാർ സ്വദേശിയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ അതിൽ നിന്നും ചെറുത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര പാടാണ്. വുഡ് നമുക്കറിയാം എപ്പോഴും ചെയ്യുമ്പോഴും പൊട്ടിപ്പോവുകയും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ഷേപ്പിലെത്താൻ പറ്റില്ല. അപ്പോൾ കുറേ അതിൻ്റെ പുറകെ റഫ് സ്കെച്ചസും അതേപോലെ കുറേ കഷ്ടപ്പെട്ടിരുന്നു ഇത് വേണ്ടി ചെയ്യാൻ. അങ്ങനെ ലാസ്റ്റ് അറ്റംപ്റ്റിൻ്റെ സമയത്തായാലും വിചാരിച്ചു എനിക്ക് 1.5 ഒക്കെ എത്താൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ 1.4 മില്ലിമീറ്റർ ചെയ്യാൻ പറ്റി. എന്തായാലും എനിക്ക് കാണുന്ന ഈ സ്പൂണിൻ്റെ അളവ് എത്രയാണ്? ഇത് ഈ സ്പൂണായിരുന്നു റെഫറൻസിന് വേണ്ടി. നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ റെഫറൻസ് സ്പൂൺ അതിൻ്റെ സെയിം റെപ്ലിക്കേറ്റ് ചെയ്യാനാണ് നമുക്ക് അവർ ഇൻസ്ട്രക്ഷൻ തരാറ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് അറൗണ്ട് 13 സെൻറ്റിമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഡിറ്റോ കോപ്പി തന്നെ ചെയ്യണമെന്ന് അത് പറയുന്നു. കാരണം ഇതിൻ്റെ ലെങ്ത് ആയാലും ഇതിൻ്റെ ഷേപ്പ് ആയാലും ഇതെല്ലാം നമ്മൾ മെഷർ ചെയ്ത് ഈവൻ വെയിറ്റ് അടക്കം നമ്മൾ എടുത്തിട്ട് വേണം അയക്കാൻ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഭാരം അറൗണ്ട് 0.00019 ഗ്രാമേ ഉള്ളൂ. അത്രയും വെയിറ്റ് കുറവാണ്. പ്രധാനമായിട്ടും മനോജിന് കിട്ടിയിരുന്ന റെക്കോർഡ് ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഈ ഒരു സ്പൂണാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ സ്പൂണാണ്. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യം പറയും. പക്ഷേ ഇത് നമുക്ക് കാണാൻ തന്നെ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്തായാലും വലിയൊരു നേട്ടമാണ്. ഇതിനുപരി നേരത്തെ തന്നെ ഒരു ഗിന്നസ് റെക്കോർഡ് അതും ഇതുപോലത്തെ റിസ്ക് എടുത്ത ഒരു... അതെ, അത് എനിക്ക് തോന്നുന്നു കോവിഡ് ടൈമിൽ കോളേജ് PG ചെയ്യുന്ന സമയത്ത് വീട്ടിലായിരുന്നു. അപ്പം കുറേ അധികം സമയം കിട്ടിയതുകൊണ്ട് അതെങ്ങനെ ഒരു ഹെൽത്തി ഇതിൽ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഈ റെക്കോർഡ് അറ്റംപ്റ്റ്. എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 10-25 പ്രാവശ്യം അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം എല്ലാം ലൈവ് വീഡിയോ അല്ലെങ്കിൽ റെക്കോർഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ കേസ് ഒന്ന് പൊട്ടിപ്പോയാൽ തന്നെ ആദ്യം തൊട്ട് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അറൗണ്ട് ഒരു 1.5 മാസത്തോളം ഡെയിലി ഒരു 4 മണിക്കൂർ വെച്ച് ചെയ്തിട്ടായിരുന്നു ആ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ഇത് എത്ര ദിവസം എടുത്തു കൃത്യമായിട്ട് നമുക്ക്? കറക്റ്റ് പ്ലാനിങ് എല്ലാം കൂടി അറൗണ്ട് ഒരു 2.5 മാസത്തോളം ഇതെടുക്കേണ്ടി വന്നു. കാരണം പലപ്പോഴും പല ടൈപ്പ് വുഡിലൊക്കെ ചെയ്ത് നോക്കി, അപ്പോഴൊക്കെ ഫെയിലിയർ ആയിരുന്നു. പിന്നെ അല്ലാതെ ലോക്കലായിട്ടുള്ള കാർപ്പൻറ്റേഴ്സിൻ്റെ അവിടത്തൊക്കെ ചോദിച്ചു ഈ വുഡ് പൊട്ടാതെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. അതേപോലെ കുറേ ഹെൽപ്പ് വേറെ കുറേ ആൾക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹെൽപ്പ് കൊണ്ടാണ് ഇത് കിട്ടാൻ ഏറ്റവും കൂടുതൽ സഹായമായത്. ഈ റെക്കോർഡ് ആർക്കെങ്കിലും സമ്മാനിക്കുന്നത്? ആദ്യ റെക്കോർഡ് ചെയ്യാൻ കിട്ടിയപ്പോൾ അമ്മയ്ക്കും നൽകുന്ന ഒരു സമ്മാനമായിട്ടാണ് പറഞ്ഞത്. ഈ റെക്കോർഡ് എന്തായാലും പാരൻസിന് തന്നെ ആയിരിക്കും അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ്. ഇത് അതിനോടൊപ്പം തന്നെ നമുക്കറിയാം പല ആൾക്കാരും പല ജോലി തിരക്കും അതേപോലെ ഒരു വർക്ക് ലൈഫിലേക്ക് എത്തിപ്പെടുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഹോബീസ് മറക്കും. നമ്മുടെ ഹോബീസിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പിന്നെ കുറേ കഴിയുമ്പോൾ വർക്ക് സ്ട്രെസ്സായി നമ്മളൊരു അസുഖബാധിതനാകുമ്പോൾ സമയത്തായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഓർക്കുന്നത്. പക്ഷേ വർക്കിനോടൊപ്പം നമ്മുടെ ഹോബീസ് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലൈഫ് ബെറ്റർ ആവുമെന്ന് തോന്നി. അപ്പോൾ അതിനൊരു റീസ്റ്റാർട്ട് എന്ന രീതിയിലാണ് ഇത് ചെയ്തത്. സോ അത് എനിക്കൊരു മോട്ടിവേഷൻ ഞാൻ തന്നെ ചെയ്തതാണ്. എന്തായാലും മനോജിന് 2 ഗിന്നസ് റെക്കോർഡാണ് കിട്ടിയത്. അപ്പോൾ അടുത്ത് എന്തായാലും മൂന്നാമത്തെ ഒന്നും ഉണ്ടാവും. അപ്പോൾ അത് അടുത്ത പ്ലാൻ ആയിട്ടുണ്ടെങ്കിൽ തയ്യാറായിട്ടുണ്ടോ? നിലവിൽ
ഒന്നും അങ്ങനെ ഇപ്പോൾ വിചാരിച്ചിട്ടില്ല. കാരണം റെക്കോർഡിൽ ഉപരി പുതിയ കാര്യങ്ങൾ ചെയ്യാനാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നും ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ തന്നെ ഇതൊരു ക്രേസി ആയിട്ടുള്ളൊരു ഇത് തോന്നും. അങ്ങനെയുള്ള ചെയ്യാനാണ് സാധാരണ ട്രൈ ചെയ്യാറ്. സോ ഇതുവരെയായിട്ടും അങ്ങനെയൊന്നും മനസ്സിൽ പെട്ടിട്ടില്ല. അങ്ങനെ തോന്നുകയാണെങ്കിൽ എന്തായാലും ചെയ്യും. എന്തായാലും വലിയൊരു അഭിമാന നേട്ടമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ കേരളത്തിന്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്ക് ഒരു അഭിമാനിക്കാവുന്ന നേട്ടമാണ് ഇത്തരത്തിലൊരു അഭിമാനം. എല്ലാവിധ ആശംസകളും. താങ്ക് യു.